പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ. യേശുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, കഴിഞ്ഞ ശുശ്രൂഷയിൽ നിത്യരക്ഷയിലേക്ക് നമ്മെ നയിക്കാൻ തടസ്സമായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ച് ദൈവവചനത്തിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായി. തുടർന്ന് പരിപൂർണനാക്കപ്പെട്ട യേശു തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമാകുന്നതിനെക്കുറിച്ചുള്ള ദൈവവചനം പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ നമുക്ക് ശ്രവിക്കാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഹെബ്രായ ലേഖനം 5 അധ്യായം 8, 9, 10 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. ദൈവപുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ യേശു അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടത് വഴി യേശു തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. എന്തെന്നാൽ മെൽക്കിസേദെക്കിൻ്റെ ക്രമപ്രകാരം യേശു പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. ഈ വചനത്തെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. ദൈവപുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ യേശു അനുസരണം അഭ്യസിച്ചു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം 6, 7, 8, 9 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. അത് കേൾക്കുമ്പോൾ കർത്താവായ യേശുവിൻ്റെ അനുസരണയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും യേശു ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്നു. ആകൃതിയിൽ മനുഷ്യനെപ്പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം യേശുവിനെ അത്യധികം ഉയർത്തി. ദൈവപുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ യേശു അനുസരണം അഭ്യസിച്ചു. ഫിലിപ്പിയ ലേഖനം 2 അധ്യായം 6, 7, 8, 9 വചനങ്ങളിലൂടെ അതിനെക്കുറിച്ച് കർത്താവായ യേശുവിൻ്റെ അനുസരണത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ്യ വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും യേശു ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്നു. ആകൃതിയിൽ മനുഷ്യനെപ്പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം യേശുവിനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. അപ്പം ഒരു വ്യക്തി എന്നുള്ള നിലവെച്ചുകൊണ്ട് യേശുവിനെ നമ്മൾ കാണരുത്. അവിടുന്ന് പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമായിരുന്നു. അവിടുന്ന് ദൈവമായിരുന്നിട്ടും ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നിട്ടും ദൈവവുമായുള്ള ആ സമാനത, സമത്വം നിലനിർത്തേണ്ടത് ഒരു കാര്യമായിട്ട് പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കി ദാസനായ മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനായി കാണപ്പെട്ടെന്നാണ് പൗലോസ്യ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യനായി കാണപ്പെട്ടത്? ദൈവത്തിൻ്റെ തിരുവചനം മനുഷ്യനിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു തരത്തിലും ദൈവവചനം മനുഷ്യനിൽ എത്തിക്കാൻ ദൈവം വിചാരിച്ചിട്ട് സാധിച്ചില്ല. കാരണം പ്രവാചകന്മാരിലൂടെ ദൈവം ഒരുപാട് വചനങ്ങൾ എത്തിച്ചെങ്കിലും മനുഷ്യരാരും അത് കൈക്കൊണ്ടില്ല, സ്വീകരിച്ചില്ല. അതെല്ലാം അവർ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് അവർക്കെല്ലാം മനുഷ്യവംശത്തിന് ഒരുപാട് അപകടങ്ങളും അനർത്ഥങ്ങളും ഉണ്ടായി. നോഹ വഴി നൽകി, മോശ വഴി നൽകി, പ്രവാചകന്മാർ വഴി നൽകി. ഇതെല്ലാം ഉണ്ടായിട്ടും മനുഷ്യരാരും ഒന്നും അനുസരിച്ചില്ല. ഒരുപാട് പേര് നോഹ പറഞ്ഞിട്ട് കേൾക്കാതിരുന്നിട്ട് ജലപ്രളയം ഉണ്ടായി, ലോകം മുഴുവൻ നശിച്ചു പോയി. മോശ പറഞ്ഞിട്ട് കേൾക്കാതെ ഇസ്രായേൽ ജനത്തിൽ 6.5 ലക്ഷം പേര് ഈജിപ്തിൽ നിന്ന് പോന്നിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ ഭാര്യമാരും കുട്ടികളടക്കം 30 ലക്ഷത്തിൽ മേലുണ്ടായിരുന്നാണ് പറയുന്നത്. വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് 30 ലക്ഷത്തിലേറെ മനുഷ്യരുണ്ടായിരുന്നു. അവരിൽ 2 കുടുംബം ഒഴികെ, കാലബിൻ്റെയും ജോഷുവയുടെയും കുടുംബം ഒഴികെ ബാക്കി എല്ലാവരും മണ്ണ് വിഴുങ്ങിക്കളഞ്ഞ്, സർപ്പം വിഴുങ്ങിക്കളഞ്ഞ്, അഗ്നി വിഴുങ്ങിക്കളഞ്ഞ്, ഇങ്ങനെ അവരെല്ലാം നശിച്ചു പോയി. കാരണം വേറെ ഒന്നുമല്ല, ദൈവം മോശ വഴി നൽകിയതായ വചനങ്ങളൊന്നും അവരാരും അനുസരിച്ചില്ല. ദൈവത്തോട് അവർ മത്സരിച്ച് എന്നാണ് വചനം പറയുന്നത്. ദൈവത്തെ അവർ പരീക്ഷിച്ച്, മർക്കടമുഷ്ടി കാണിച്ചവർ ദൈവത്തോട്, വിഗ്രഹാരാധന നടത്തി ദൈവത്തിനെതിരായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ദൈവം അവർക്കെതിരെ ഇതെല്ലാം ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർക്ക് ദൈവം തന്നെ ഭൂമിയിൽ ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ രൂപത്തിൽ ഈ ലോകത്തിൽ വന്ന് മനുഷ്യരോട് സത്യമായ വചനം പ്രഘോഷിച്ച്. എന്തിനു വേണ്ടി? തൻ്റെ ജനത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്.
പക്ഷേ എന്നിട്ടും മനുഷ്യരാരും അനുസരിച്ചില്ല. അനുസരിക്കേണ്ടവർ തന്നെ കർത്താവായ യേശുവിനെ പിടിച്ച് കുരിശിൽ തറച്ച്. നമ്മളിപ്പോൾ കേട്ടതനുസരിച്ച് അവിടെ നിന്ന് മനുഷ്യരൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനായി കാണപ്പെട്ട് കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തീർന്നാണ് പറയുന്നത്. എന്തിനാണ്? മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. മനുഷ്യരെല്ലാവരും ശിക്ഷ ഏറ്റെടുക്കേണ്ടതിന് പകരം കർത്താവായ യേശുവിൻ്റെ മേൽ പിതാവായ ദൈവം ശിക്ഷ വെച്ചു കൊടുത്തു. മനുഷ്യൻ ദൈവം നൽകിയതായ പരിശുദ്ധാത്മാവിനെ നശിപ്പിച്ച് കളഞ്ഞതുകൊണ്ട്, അവൻ്റെ ആത്മാവിനെ നശിപ്പിച്ച് കളഞ്ഞതുകൊണ്ട്, മനുഷ്യന് ദൈവം കൊടുത്ത ആത്മാവിനെ നശിപ്പിച്ച് കളഞ്ഞതുകൊണ്ട് അവരെല്ലാവരും കൊലക്കുറ്റത്തിന് അർഹരാണ്. ആ കൊലക്കുറ്റം തൻ്റെ പുത്രനായ യേശുവിൻ്റെ മേൽ പിതാവായ ദൈവം ചുമത്തി. അതാണ് ഇവിടെ നടന്ന ബലി എന്ന് പറയുന്നത്. ഈ പറഞ്ഞ സംഭവമാണ് ക്രിസ്മസായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ദൈവമായിരുന്നിട്ട് കേവലം ദൈവത്തിന് മുമ്പിൽ അണുവായിട്ടുള്ള മനുഷ്യനായിട്ട് പിതാവായ ദൈവം തൻ്റെ പുത്രനായ ഏകജാതനായ യേശുവിനെ ബലി കൊടുത്തു. അതാണ് ക്രിസ്മസ് എന്ന പേര് വന്നത്. ക്രിസ്തുവിൻ്റെ ബലി എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് തന്നെ. അപ്പോൾ ഈ വചനത്തെ ആസ്പദമാക്കി നോക്കുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ബലിയാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് ക്രിസ്മസായിട്ട്. അപ്പോൾ അതനുസരിച്ച് പറയുമ്പോൾ അത്രയേറെ ദൈവം പുത്രനായ യേശു അനുസരണമുള്ളവനായി എന്തിനു വേണ്ടി? മനുഷ്യ മക്കളെ എല്ലാവരും വീണ്ടെടുക്കാൻ. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്ത്? അവൻ അത്യധികം ഉയർത്തി എന്നാണ് വചനം പറയുന്നത്. എന്തിനാണ്? തൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് മനുഷ്യ മക്കളുടെ ബലഹീനതകളും ദൗർബല്യങ്ങളെല്ലാം മനസ്സിലാക്കിയ പുത്രനായ യേശു അവർക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് തൻ്റെ വലതുഭാഗത്തേക്ക് അവനെ ഉയർത്തി. എന്നെന്നും അവൻ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി മഹാപുരോഹിതനായിട്ട് മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തുടർന്ന് ഉള്ള ഭാഗം ശ്രദ്ധിക്കാം. നമുക്ക് അതുവഴി പരിപൂർണനാക്കപ്പെട്ടത് വഴി യേശു തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി തീർന്നു. മത്തായി സുവിശേഷം 19 അധ്യായം 28-29 വചനങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും. എങ്ങനെയാണ് ഈ അനുസരിച്ച വ്യക്തികളെല്ലാവരും നിത്യരക്ഷ സ്വീകരിച്ചതെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച് നിങ്ങൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിലിരിക്കും. എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും. അവൻ നിത്യജീവൻ, അതായത് നിത്യരക്ഷ അവകാശമാക്കുകയും ചെയ്യും. മത്തായി സുവിശേഷം 19 അധ്യായം 28-29 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച് നിങ്ങൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിലിരിക്കും. എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും. അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. അതായത് നിത്യരക്ഷ അവകാശമാക്കുകയും ചെയ്യുമെന്ന്. എങ്ങനെയുള്ളവരാണ്? പരിപൂർണനാക്കപ്പെട്ട യേശുവിനെ അനുസരിക്കുന്ന വ്യക്തികൾക്കാണ് ഈ പറഞ്ഞ അവകാശം കിട്ടുന്നത്. അത് നമ്മുടെ ഓർമ്മയിലുണ്ടാകണം. അതെന്തുകൊണ്ടാണെന്നാണ് തുടർന്ന് പറയുന്നത്. എന്തെന്നാൽ മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം യേശു പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. മെൽക്കിസദേക്കിൻ്റെ ക്രമം എന്ന് പറയുന്നത് എന്താണ്? ഉൽപ്പത്തി പുസ്തകം 14 അധ്യായം 18 വചനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സാലേം രാജാവായ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു മെൽക്കിസദേക്ക്. അവൻ അബ്രാഹാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിൻ്റെ മേലുണ്ടാകട്ടെ. അപ്പോൾ അബ്രാഹാം കർത്താവിന് ഏറ്റവും വിശ്വസ്തനും വിശ്വാസികളുടെ പിതാവുമായിരുന്ന വ്യക്തിയായിരുന്നുകൊണ്ട് സാലേം രാജാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തന്നെ സമാധാന രാജാവ് എന്നതിൻ്റെ അർത്ഥം. യേശുക്രിസ്തുവിൻ്റെ പ്രതിപുരോഹിതനായിരുന്നു മെൽക്കിസദേക്ക്. മെൽക്കിസദേക്ക് ആണ് ആദ്യമായി അപ്പവും വീഞ്ഞും ഉയർത്തി ഒരു ബലിയർപ്പണം നടത്തിയത്. ഉൽപ്പത്തി പുസ്തകം 14-18 ഇപ്പോൾ നമ്മൾ വായിച്ച് കേട്ടത്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ആ ബലിയർപ്പണം നടത്തി. എന്തിനു വേണ്ടിയിട്ടാണത്? അബ്രാഹമാകുന്ന വിശ്വാസികളുടെ പിതാവിനെ ആശീർവദിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ആചാരമനുസരിച്ച് തന്നെയാണ് കർത്താവായ യേശു പെസഹ തിരുനാളിൻ്റെ അന്ന് അന്ത്യത്താഴ സമയത്ത് അപ്പവും വീഞ്ഞും ഉയർത്തി തൻ്റെ ബലിയുടേതായ അടയാളം തൻ്റെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തത്.
അപ്പവും വീഞ്ഞും ഉയർത്തി. അപ്പം ഉയർത്തിക്കൊണ്ട് പറഞ്ഞ് ഇതെൻ്റെ ശരീരമാകുന്നു. വചനം അതിലേക്ക് നിവേശിപ്പിച്ചുകൊണ്ട് കർത്താവായ യേശു പറഞ്ഞു ഇതെൻ്റെ ശരീരമാകുന്നു, അതായത് പരിശുദ്ധാത്മാവാകുന്നു. അടുത്തത് വീഞ്ഞെടുത്ത് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഇതെൻ്റെ രക്തമാകുന്നു. ഇത് കർത്താവായ യേശുവിൻ്റെ രക്തം എന്ന് പറയുന്നത് നിത്യജീവനാകുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാർക്ക് പങ്കുവെച്ചു കൊടുത്തു. അത് മെൽക്കിസേദെക്കിൻ്റെ ക്രമപ്രകാരമാണ് യേശു ക്രിസ്തു അത് വീണ്ടും പുനരാവർത്തിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് മെൽക്കിസേദെക്കിൻ്റെ ക്രമപ്രകാരം കർത്താവായ യേശുവിനെ നിയോഗിച്ചത്. ഇപ്രകാരം യേശുവിന് ശേഷമുള്ള പുതിയ നിയമത്തിൽ ഇസ്രായേൽ ജനമായ അബ്രാഹത്തിൻ്റെ സന്തതികളെന്ന് പറയുന്ന ഇസ്രായേൽ ജനമായ പുതിയ നിയമത്തിലെ എല്ലാ മക്കളെയും ആശീർവദിക്കാൻ വേണ്ടി കർത്താവായ യേശു വഴി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴുള്ള പുരോഹിതന്മാരും ആ ക്രമത്തിലാണ് ബലിയർപ്പണം നടത്തുന്നത്. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹെബ്രായ ലേഖനം 7 അധ്യായം 24-25 നമുക്ക് വായിച്ച് അടുത്തത് ധ്യാനിക്കാം. യേശു ആകട്ടെ എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് യേശുവിൻ്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ യേശുവിന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ ക്രിസ്തു തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. നമുക്കതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം. യേശു ആകട്ടെ എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് യേശുവിൻ്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല. മത്തായി സുവിശേഷം 26 അധ്യായം 63, 64, 65 വചനങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പ്രധാന പുരോഹിതൻ യേശുവിനോട് പറഞ്ഞു, ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ ആണയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ ദൈവപുത്രനായ ക്രിസ്തുവാണോ എന്ന് ഞങ്ങളോട് പറയുക. യേശു അവനോട് പറഞ്ഞു, നീ പറഞ്ഞുവല്ലോ. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. അപ്പോൾ പ്രധാന പുരോഹിതൻ മേലങ്കി കീറിക്കൊണ്ട് പറഞ്ഞു, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്കെന്താവശ്യം? ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. കാരണം കർത്താവായ യേശുവിൻ്റെ പൗരോഹിത്യം കൈമാറ്റപ്പെട്ടില്ല. എന്താണത് കാരണമെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അന്നത്തെ പ്രധാന പുരോഹിതനായിരുന്ന യേശു വധിക്കപ്പെടുന്ന കാലത്ത് പ്രധാന പുരോഹിതനായിരുന്നത് കയ്യഫാസാണ്. കയ്യഫാസ് കർത്താവായ യേശുവിനോട് ചോദിച്ചു, ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ ആണയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുവാണോ, നീ ദൈവപുത്രനായ ക്രിസ്തു ആണോ എന്ന്. യേശു കയ്യഫാസിനോട് പറഞ്ഞു, നീ തന്നെ അത് പറഞ്ഞുവല്ലോ. എന്നാൽ യേശു പറയുവാണ് അതിനെ തുടർന്നു, ഞാൻ നിന്നോട് പറയുന്നു, ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. അപ്പോൾ പ്രധാന പുരോഹിതൻ മേലങ്കി കീറിക്കൊണ്ട് പറഞ്ഞു, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? കർത്താവായ യേശുവിൻ്റെ പൗരോഹിത്യം എങ്ങനെ ലഭിച്ചതെന്നാണ് ഇവിടെ കാണുന്നത്. മോശയ്ക്ക് പിതാവായ ദൈവം നൽകിയതായ പൗരോഹിത്യം മോശ മുതൽ കയ്യഫാസ് വരെ കൈമാറി കയ്യഫാസിൽ നിന്ന് കർത്താവായ യേശു അത് തിരിച്ചു വാങ്ങിക്കുകയാണ്. അന്ന് വരെ പിതാവായ ദൈവത്തോടായിരുന്നു അന്നുണ്ടായിരുന്ന പുരോഹിതന്മാരെല്ലാം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. കയ്യഫാസ് വരെ. കയ്യഫാസ് കർത്താവായ യേശു പറയുന്നുണ്ട്, ഇപ്പോൾ മുതൽ ദൈവശക്തിയുടെ വലതുഭാഗത്ത് മനുഷ്യപുത്രന് ഉപവിഷ്ടനായിരിക്കുന്നത് നിങ്ങൾ കാണും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഇനിമേലിൽ ഭൂമിയിൽ ഒരു പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരൻ്റെ ആവശ്യമില്ല. ഇനി ദൈവപുത്രനായ യേശു ആയിരിക്കും പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രധാന പുരോഹിതനായിട്ട് നിന്ന് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നത്. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനായിരിക്കും പ്രധാന പുരോഹിതനായിട്ട് നിൽക്കുന്നത്. നിങ്ങളുടെ പൗരോഹിത്യത്തോടുകൂടി തീർന്നു. അപ്പോൾ അതിനുശേഷമുള്ള പുരോഹിതന്മാർ എന്ന് പറയുന്നത് പത്രോസ് 2:9 പറയുന്നുണ്ട്, നിങ്ങൾ രാജകീയ പുരോഹിത ഗണവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. കർത്താവായ യേശുവിൻ്റെ സ്വന്തം ജനവും രാജകീയ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു നിക്ഷിപ്തമായതാണ്. യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കുന്നവരാണ് പിന്നീടുള്ള പുതിയ നിയമത്തിലെ ഇസ്രായേൽക്കാരെല്ലാവരും. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടിയിട്ട് പുത്രനായ യേശുവാണ് മധ്യസ്ഥം വഹിക്കുന്നത്. യേശുവിൻ്റെ മുമ്പിൽ നമ്മളാണ് മധ്യസ്ഥം വഹിക്കുന്നത്. അതുകൊണ്ടാണ് രാജകീയ പുരോഹിത ഗണമെന്ന് പത്രോസ്ലീഹയുടെ പരിശുദ്ധാത്മാവ് പറഞ്ഞത്. അതുവരെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ മധ്യസ്ഥ പ്രാർത്ഥനക്കാരുണ്ടായിരുന്നുള്ളൂ. കയ്യഫാസിലൂടെ അത് തീർന്നുപോയി. കാരണം അവർ അത്രയും കാലം കൈകാര്യം ചെയ്തിരുന്ന പൗരോഹിത്യം
അവർ വേണ്ട വിധം ഉപയോഗിച്ചില്ല, ദുർവിനിയോഗം ചെയ്തുകൊണ്ട് തന്നെയാണ് കർത്താവായ യേശു അത് തിരിച്ചു വാങ്ങിച്ചത്. അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കുകയും ചെയ്യണം. അന്നത്തെ പുരോഹിതന്മാരെല്ലാം വളരെ മോശമായ ചുറ്റുപാടിലായിരുന്നു ജീവിച്ചിരുന്നത്, അവരുടെ പൗരോഹിത്യം നിർവഹിച്ചിരുന്നത്. ഒരുപാട് അഴിമതികളുണ്ടായിരുന്നു, തിന്മ പ്രവൃത്തികളുണ്ടായിരുന്നതിൻ്റെ പിന്നിൽ. അതുകൊണ്ട് തന്നെയാണ് അവർ യേശുവിനെ ക്രൂശിക്കാനുണ്ടായ കാരണം അത് തന്നെയാണ്. സത്യം എന്താണെന്ന് മനസ്സിലാക്കാത്തവരായിരുന്നു, വചനം എന്തെന്ന് മനസ്സിലാക്കാത്തവരും വചനത്തെ വളച്ചൊടിക്കുന്നവരുമായിരുന്നവർ. അതുകൊണ്ടായിരുന്നു അവരിൽ നിന്നത് കർത്താവ് തിരിച്ചെടുത്ത് കളഞ്ഞത്. പിന്നീടുള്ള പൗരോഹിതന്മാരെല്ലാം യേശുവിൻ്റെ മുൻപിലാണ് പൗരോഹിത്യം നടത്തുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ വചനത്തിലൂടെയാണ്. പ്രൈസ് ലോർഡ്. തുടർന്ന് നമുക്ക് വായിക്കാം. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ യേശുവിന് കഴിവുണ്ട്. അതുകൊണ്ടാണ് ആ പൗരോഹിത്യം യേശു ഏറ്റെടുത്തത്. ആ പൗരോഹിത്യം തുടർന്നുള്ള രാജകീയ പൗരോഹിത്യം തൻ്റെ തുടർന്നുള്ള പുതിയ നിയമത്തിലെ ഇസ്രായേൽ ജനമായ നമുക്ക് നൽകുകയും ചെയ്തു കർത്താവ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 27, 28, 29 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് വായിക്കാം. ആരാണ് ഈ തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവർക്ക് പൂർണ്ണമായി രക്ഷിക്കാൻ യേശുവിന് കഴിവുള്ളതായിട്ടുള്ള വ്യക്തികളെന്ന് മനസ്സിലാക്കി തരാം നമുക്ക്. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കും. കർത്താവായ യേശുവിൻ്റെ സ്വരം ശ്രവിക്കുന്നതായ ആടുകളാണ് ഈ പറഞ്ഞത്. എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല, അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല. അവയെ എനിക്ക് നൽകിയ എൻ്റെ പിതാവ് എല്ലാവരെയും കാൾ വലിയവനാണ്. പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയുമില്ല. ഞാനും പിതാവും ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ആർക്കും ഈ ആടുകളെ പിടിച്ചെടുക്കാൻ പറ്റാത്തത്. കർത്താവായ യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയെപ്പോലും പിടിച്ചെടുക്കാൻ മറ്റൊരു ശക്തിക്കും, പ്രപഞ്ചത്തിലുള്ള ഒരു ശക്തിക്കും സാധിക്കില്ല. കാരണം അത് കർത്താവായ യേശുവിൻ്റെ ആടുകളാണ് അവർ. പ്രൈസ് ലോർഡ്. അവരെ യേശു രക്ഷിക്കുകയും ചെയ്യും എന്ന് ഇവിടെ ഗ്യാരണ്ടി തരുവാണ് ഈ വചനത്തിലൂടെ. തുടർന്ന് നമുക്ക് യേശു കാരണം വേറൊന്നുമല്ല, യേശു എന്നേക്കും ജീവിക്കുന്നവനായ ക്രിസ്തുവാണ്, മരണമില്ലാത്തവനായ ക്രിസ്തുവാണ് അവൻ. ഫെബ്രുവരി 13:8 അത് പറയുന്നുണ്ട്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്. തുടർന്നുള്ള വചനം നമുക്ക് ശ്രദ്ധിക്കാം. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവർക്ക് വേണ്ടി അവൻ മധ്യസ്ഥം വഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 8, 9, 10 വചനങ്ങളിൽ അത് പറയുന്നുണ്ട്. യേശു മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ ശിഷ്യന്മാർക്ക് നൽകി, അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്ന് സത്യമായി അറിയുകയും അങ്ങ് എന്നെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിന് വേണ്ടിയല്ല. അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്തെന്നാൽ അവർ അവിടത്തേക്കുള്ളവരാണ്. എനിക്കുള്ളതല്ല അങ്ങയുടേതാണ്, അങ്ങേക്കുള്ളതല്ല എൻ്റെതും. ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു വിഭാഗക്കാർക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. ആർക്കാണ്? കർത്താവായ യേശുവിൻ്റെ വചനം കേട്ട് പിതാവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ കർത്താവായ യേശു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയുള്ളൂ. പിന്നെ ഒരു കൂട്ടരും കൂടി പറയുന്നുണ്ട്. ആരെയാണത്? അത് 20-ലാണ് പറയുന്നത്. 17-20. അവരുടെ വാക്ക്, തൻ്റെ ശിഷ്യന്മാരുടെ വാക്ക് കേട്ട്, വചനം കേട്ട് പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയും യേശു മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. അതായത് നമ്മളായ പുതിയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടി കൂടിയും കർത്താവായ യേശു മധ്യസ്ഥം വഹിക്കും. അല്ലാത്തവർക്ക് വേണ്ടി കർത്താവ് മധ്യസ്ഥനാകില്ലെന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത്. നമുക്കതിനെക്കുറിച്ച് കേൾക്കാം. മുൻ പറഞ്ഞ വചനമനുസരിച്ച് ഒരു കാര്യം അവിടെ വ്യക്തമാക്കി തരുവാണ്. എന്താണ്? യേശുക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റേത് മധ്യസ്ഥം വഴിയും ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ സാധിക്കില്ല. കർത്താവായ യേശു പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 14:6, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ഒരുവനും പിതാവിൽ എത്തിച്ചേരില്ലെന്ന്. കാരണം യേശു ഏക മധ്യസ്ഥനാണ്. മറ്റാരുടെയും മധ്യസ്ഥം പിതാവായ ദൈവം സ്വീകരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവരുടെ മധ്യസ്ഥത്തിൻ്റെ റൂട്ട് ശരിയായതല്ല. അതുകൊണ്ട് തന്നെയാണ് പിതാവ് അത് സ്വീകരിക്കാത്തത്. ഇനി നമുക്ക് ദൈവം സംസാരിക്കുമ്പോൾ അത് തിരസ്കരിച്ചാൽ നമുക്കുണ്ടാകുന്ന പ്രത്യാഘാതം, നമ്മൾ രക്ഷപ്പെടാൻ സാധിക്കില്ല. അത് പ്രയാസകരമായ സംഭവമാണ് എന്നുള്ളതിനെക്കുറിച്ച് വചനം നമുക്ക് ശ്രദ്ധിക്കാം. ഹെബ്രായ ലേഖനത്തിൽ തന്നെയാണത്. 12-ാം അധ്യായം 25-ാം വചനം. സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഭൂമിയിൽ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവനെ നിരസിച്ചവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ചവനെ നാം തിരസ്കരിച്ചാൽ രക്ഷപ്പെടുക കൂടുതൽ പ്രയാസമാണ്. ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ.
ഭൂമിയിൽ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവരെ നിരസിച്ചവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ ആരാണ് രക്ഷപ്പെടാതിരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, നോഹ ഈ ലോകത്തിൽ കർത്താവായ ദൈവത്തിൻ്റെ പ്രബോധനമനുസരിച്ച് ലോകം മഴ വന്ന് ജലപ്രളയത്താൽ നശിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് 100 വർഷക്കാലം നോഹ പറഞ്ഞു നടന്നു. ഇപ്പോൾ നമ്മൾ സുവിശേഷം പ്രഘോഷിച്ച് നടക്കുന്നത് പോലെ അങ്ങേര് പറഞ്ഞു നടന്നായിരുന്നു. പക്ഷേ ആരും അത് മനസ്സിലാക്കിയില്ല. ആർക്കും അത് മനസ്സിലാക്കാനുള്ള ഹൃദയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റി? എല്ലാവരുടെ ഹൃദയം കഠിനമായതുപോലെ മറ്റുള്ളവരുടെ ഹൃദയവും കഠിനമാക്കി. നോഹയുടെ കുടുംബം വഴിയെ ബാക്കി എല്ലാവരും ജലപ്രളയം വന്ന് നശിച്ചുപോയി. നോഹയുടെ ദൈവം പറഞ്ഞതനുസരിച്ച് പേടകം ഉണ്ടാക്കി അതിൽ തൻ്റെ കുടുംബവും ദൈവം കൽപ്പിച്ചതായ ജീവജാലങ്ങളും അതിലൂടെ രക്ഷപ്പെട്ടു. മറ്റെല്ലാവരും അതോടെ നശിച്ചുപോയി. തുടർന്ന് മോശയും പ്രവാചകന്മാരും പറഞ്ഞിട്ട് ഇസ്രായേൽ ജനം അനുസരിച്ച എത്രയോ പേരാണ് നശിച്ചു പോയത്. മോശ പറഞ്ഞിട്ട് അനുസരിക്കാതെ. നമ്മൾ നേരത്തെ കേട്ട് 30 ലക്ഷത്തിൽ പരം പേര് മണ്ണിനടിയിൽ പോയി. അതായത് ഭൂമി വിഴുങ്ങിക്കളഞ്ഞവരെ. സർപ്പം ദംശിച്ച് നശിച്ചുപോയി. കൂടാതെ അഗ്നി നശിച്ചുപോയി, അഗ്നിയാൽ നശിച്ചുപോയി. ഇങ്ങനെ ഒരുപാട് കഷ്ടതകൾ മുന്നറിയിപ്പ് നൽകിയതായ പ്രവാചകന്മാർ പറഞ്ഞിട്ട് അനുസരിക്കാത്തത് മൂലം ഇസ്രായേൽ ജനത്തിനും അന്നുണ്ടായിരുന്ന ജനങ്ങൾക്കും സംഭവിച്ചു എന്ന് നമുക്ക് പഴയ നിയമ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും നമുക്ക്. തുടർന്ന് സ്വർഗത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ചവനെ നാം തിരസ്കരിച്ചാൽ രക്ഷപ്പെടുക കൂടുതൽ പ്രയാസമാണ്. സ്വർഗത്തിൽ നിന്ന് സംസാരിച്ചതാരാണ്? കർത്താവായ യേശു ക്രിസ്തു. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 29, 30, 31 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് വായിക്കാം. ദൈവപുത്രനെ പുച്ഛിച്ച് തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അപമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടും എന്നും കർത്താവ് തൻ്റെ ജനത്തെ വിധിക്കുമെന്നും പറഞ്ഞവനെ നാം അറിയുന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ ചെന്ന് വീഴുക വളരെ ഭയാനകമാണ്. അപ്പോൾ ദൈവപുത്രനായ യേശുവിനെ പുച്ഛിച്ച് തള്ളിയാൽ അതിനേക്കാൾ കഷ്ടമായിരിക്കുമെന്നാണ് ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തുടർന്ന് നമുക്ക് യാക്കോസ്ലിയ പറയുന്നത് നമുക്ക് വചനം ശ്രദ്ധിക്കാം. യാക്കോബ് 1-ാം അധ്യായം 19, 20, 21 വചനങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ പ്രിയ സഹോദരരെ, ഓർമ്മിക്കുവിൻ, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരും ആയിരിക്കണം. നമുക്കതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം. നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവർ എന്ന് പറയുമ്പോൾ റോമാലേഖനം 10:17 ഇങ്ങനെയാണ് പറയുന്നത്: വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പോൾ നമ്മൾ കേൾക്കുന്നതിൽ സന്നദ്ധതയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് യേശു ക്രിസ്തുവിൽ വിശ്വാസം ഉണ്ടാകില്ല. അടുത്തത്, സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരായിരിക്കണം. യാക്കോസ്ലിയ പറയുവാണ് 3-ാം അധ്യായം 2-ാം വചനം ഇങ്ങനെ പറയണത്: നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പരിപൂർണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയുന്നു. അപ്പോൾ നമ്മുടെ സംസാരത്തിൽ നമുക്ക് തെറ്റുവരുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയാത്തതെന്നാണ് യാക്കോസ്ലിയ നമ്മളോട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സംസാരം തെറ്റില്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പറ്റുന്നിടത്തോളം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ സൗമ്യമായി സംസാരിക്കുക, സ്നേഹമിശ്രണമായി സംസാരിക്കുക, ക്ഷമയോടെ സംസാരിക്കുക, കാത്തിരുന്ന് അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാനും അതുപോലെ നമുക്ക് സാധിക്കും എന്നാണ് യാക്കോസ്ലിയ പഠിപ്പിക്കുന്നത്. തുടർന്നത്, കോപിക്കുന്നതിൽ മന്ദഗതിക്കാരും ആയിരിക്കണം. കോപത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് സഭാപ്രാസംഗിക പുസ്തകം 7:9 പറയുന്നതാണ് നമുക്ക് കേൾക്കാം. ക്ഷിപ്രകോപം അരുത്. ക്ഷിപ്രകോപം എന്ന് വെച്ചാൽ പെട്ടെന്നുള്ള കോപം പാടില്ലെന്ന്. കോപം ഭോഷൻ്റെ മടിയിൽ വിശ്രമിക്കുന്നു. പ്രഭാഷകൻ 1:22 പറയുന്നു, കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. അപ്പോൾ നമുക്ക് നാശം ഉണ്ടാകുന്നതാണ് കോപം. അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് കോപത്തിൽ നിന്ന് ഒഴിവാകുക. യാക്കോബ് 1-ാം അധ്യായം 20-21 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. മനുഷ്യൻ്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുക. അതിനെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. മനുഷ്യൻ്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല. എഫേസ്യർ 4-ാം അധ്യായം 26-27 വചനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു പോകാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. നമ്മൾ കോപിച്ചാൽ നമ്മളിലുള്ള കർത്താവായ യേശുവിൻ്റെ ശക്തി നഷ്ടപ്പെടുന്നത് വരെ ആ കോപം നീണ്ടു നിൽക്കരുത്. കാരണം
ആ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ സാത്താൻ കയറി വരുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അടുത്തത്, ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയെ ഉപേക്ഷിച്ച്. എന്തൊക്കെയാണ് അതെന്ന് നോക്കാം നമുക്ക്. കൊളോസ്യർ 3:8-9-10 അത് പറയുന്നത്. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. ഇതെല്ലാം ഉപേക്ഷിച്ചാൽ നമുക്ക് ഒരു പുതിയ മനുഷ്യനായി തീരാൻ സാധിക്കും. അതാണ് കൊളോസ്യർക്ക് ലേഖനത്തിൽ പറയുന്നത്. തുടർന്ന് നമുക്ക് വായിക്കാം. നിങ്ങളിൽ പാകിയിരിക്കുന്നത് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. ഫിലിപ്പിയരുടെ ലേഖനം 2:15-16-17 പറയുന്നത്. നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാകട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പുതുക്കാൻ, പുതിയ മനുഷ്യനായി തീരാൻ ഈ കാലങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യരക്ഷ നൽകുന്ന കർത്താവായ യേശുവേ, ഞങ്ങൾ കേട്ട് മനസ്സിലാക്കിയ വചനങ്ങൾ ഞങ്ങളിൽ മാംസം ധരിച്ച് നിത്യരക്ഷയ്ക്ക് എതിരായ എല്ലാ മേഖലകളെക്കുറിച്ചും ബോധ്യമുണ്ടാകുവാൻ അവിടുന്ന് ഞങ്ങളോട് കരുണയായിരിക്കണമേ. പിതാവായ ദൈവത്തിനും അവിടുത്തെ രാജ്യത്തിനെതിരായിട്ടുള്ള എല്ലാ തിന്മയുടെ വഴികളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. പാപബോധവും പശ്ചാത്താപവുമുള്ള ഒരു മാംസല ഹൃദയം ഞങ്ങൾക്ക് നൽകാൻ ഞങ്ങളോട് കൃപയായിരിക്കണമേ. പ്രലോഭനങ്ങളും പരീക്ഷകളും ഞങ്ങൾക്കെതിരെ വരുമ്പോൾ അങ്ങയുടെ വചനം ഞങ്ങളുടെ ആത്മാവിനെ ഉണർത്താൻ ഇടവരുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ജീവിച്ചു വാഴുന്ന സത്യദൈവം സത്യമനുഷ്യൻ യേശു ക്രിസ്തുവെ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, എന്ന് പറയുന്നു. ഞങ്ങളെ ആശീർവദിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.